രഞ്ജിത്ത്, അങ്ങേയറ്റം ഹൃദയഭേദകമെന്ന് പറഞ്ഞാൽ പോലും അതിനപ്പുറത്ത് വാക്കുകളുണ്ടെങ്കിൽ അതിന് പോലും വിശേഷിപ്പിക്കാൻ കഴിയാത്ത കണ്ണു നനയിക്കുന്ന രംഗങ്ങൾ തന്നെയാണിപ്പോൾ നമ്മൾ ഈ മേപ്പാടിയിൽ കാണുന്നത്. മേപ്പാടി ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാവുന്നത്. അവിടെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് ഈ തൊട്ട് സമീപത്ത് തന്നെ ക്രമീകരിച്ചിരിക്കുന്ന ഇടത്തേക്ക് ഹാളിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവരും. ഒന്നിനും അടുത്തടുത്തായി നിരവധി, നമുക്ക് എണ്ണാൻ കഴിയാത്ത പോലെ മൃതദേഹങ്ങൾ ഇപ്പോൾ ഈ ഒരു ഹാളിൽ കിടത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉറ്റവരായ ആളുകൾ, ബന്ധുക്കളായ ആളുകളൊക്കെ ഇവിടേക്ക് വരികയും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണുകയും കണ്ണു നിറഞ്ഞ് അലമുറയിട്ട് കരഞ്ഞ് ഇവിടുന്ന് മടങ്ങുന്ന രംഗങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഇവിടെ നിന്നാണ് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക. ഉറ്റവരായ ആളുകൾ, കഴിഞ്ഞ ദിവസം രാത്രി വരെ സമാധാനമായി വീടുകളിൽ കിടന്നുറങ്ങിയ ആളുകൾ, അയൽക്കാരായ ആളുകൾ, ബന്ധുക്കളായ ആളുകളൊക്കെയാണ് ഇപ്പോൾ ഈ ഇത്തരം നിശ്ചലമായ ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നത്. എന്തായാലും വലിയ ഒരു കൂട്ടം തന്നെ ഇതിന് പുറത്ത് തങ്ങളുടെ ബന്ധുക്കളെ കാണാനായി, ഉറ്റവരെ കാണാനായി എത്തിയവരുണ്ട്. നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് ഈ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുക എന്നത് തന്നെയാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങൾ ഒരു വശത്ത് പുരോഗമിക്കുന്നു. ആംബുലൻസുകളടക്കം ഇതിനകം തന്നെ ക്രമീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തൊട്ടപ്പുറത്താണ് ഈ മേപ്പാടി ആശുപത്രിയിലാണ് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക, പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ. അതിനുശേഷമാണ് ഇവിടേക്ക് തൊട്ടടുത്ത് തന്നെ ക്രമീകരിച്ചിരിക്കുന്ന ഈ സൗകര്യത്തിലേക്ക് കൊണ്ടുവരിക. ഉറ്റവരെ കാണാനായി ആളുകൾ എത്തുന്ന, കരള് അലിയിക്കുന്ന, അല്ലെങ്കിൽ കണ്ണു നിറയിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് നൽകാൻ കഴിയുന്നത്, ഇവിടെ കാണാൻ കഴിയുന്നത്. രഞ്ജിത്ത്, മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാനായി എത്തിയിരിക്കുന്ന ബന്ധുക്കളുടെ കാഴ്ചകൾ ഒരു വശത്ത്, മറുവശത്ത് ജീവന്റെ തുടിപ്പുകൾ എവിടെയെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്നറിയാനായി പരതുന്ന രക്ഷാപ്രവർത്തകർ. മറ്റൊരു ദൃശ്യം കാണേണ്ടത്, ഈ പിറന്ന നാട്, അവർ ജീവിച്ച നാട് ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിട്ടൊഴിഞ്ഞു പോകേണ്ടി വരുന്ന അനവധി ആളുകളെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവർക്കിനിയും ഇവിടെ താമസിക്കുക ഭീതിജനകമായിരിക്കും. യാതൊരു ഭൗതിക സാഹചര്യവും അവശേഷിക്കാതെയാണ് ഈ വലിയ ദുരന്തം ഈ നാടിനെ ഇല്ലാതാക്കിയത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ലയങ്ങളൊക്കെ ഉണ്ട് ഒരുപാട്. ആ ലയങ്ങളിലെ തൊഴിലാളികൾ കുടുംബാംഗങ്ങൾക്കൊപ്പം രക്ഷപ്പെട്ട് അവരെ താഴേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് സൈന്യമടക്കം ഇവരെ മാറ്റുകയാണ്. അവരുടെ എല്ലാ സുരക്ഷിതത്വവും സൈന്യത്തിൻ്റെ കയ്യിലാണ്, സന്നദ്ധ പ്രവർത്തകരുടെ കയ്യിലാണ്. അവർക്കുള്ള ഭക്ഷണം, അവർക്കുള്ള വെള്ളം, അവർക്കുള്ള മറ്റ് ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഒരുക്കി സുരക്ഷിതമായി കുഞ്ഞുങ്ങളടക്കമുള്ള കൊച്ചുകുട്ടികളെയൊക്കെ ദൃശ്യങ്ങളിൽ കാണാം. കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകളെ, അഭയാർത്ഥികളെ നമ്മൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുകയാണ്. ഇന്ത്യയുടെ മുഴുവൻ സഹായം വിവിധ സംസ്ഥാനങ്ങൾ, തമിഴ്നാടും ഗോവയും അടക്കമുള്ള സംസ്ഥാനങ്ങളടക്കം കേരളത്തിനോട് വലിയ അനുകമ്പ കാണിച്ച് സഹായ സഹകരണങ്ങൾ നൽകുന്നു. അനവധി ആളുകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഹായങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. സന്നദ്ധ പ്രവർത്തകരുടെ സാന്നിധ്യം അവിടെ ഉണ്ട്. അപ്പോഴുമൊക്കെ കളക്ടർ പറയുന്നത്, പരിചിതമായ ആളുകൾ മാത്രമേ ഇത്തരം മോശപ്പെട്ട സ്ഥലങ്ങളിലേക്ക് എത്താവൂ, എല്ലാവരും ഇങ്ങോട്ടേക്ക് കടന്നു വരാൻ ശ്രമിക്കരുത് എന്നും പറയുന്നുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്നത്, ഇടതുവശത്തെ ദൃശ്യങ്ങളിൽ മൃതദേഹങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് അത് മനസ്സിലാക്കി മരണം സ്ഥിരീകരിച്ചപ്പോഴും 60-നടുത്ത ആളുകളെ മാത്രമാണ് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുള്ളത് എന്ന അതീവ ദുഃഖകരമായ ഒരു സാഹചര്യമുണ്ട്. ഉറ്റവരെവിടെയെന്നറിയാതെ അവർ ജീവനോടെ ഉണ്ടോ, അതോ ഈ മോർച്ചറികളിൽ എവിടെയെങ്കിലും അവരുടെ മൃതദേഹമുണ്ടോ എന്നറിയാനായി, അവരെ തിരിച്ചറിയാനായി എത്തുന്ന ബന്ധുക്കൾ, അവരെ തിരിച്ചറിയുന്നു. പലരെയും കരഞ്ഞു വിളിച്ചു മടങ്ങുന്നു, ആർത്തലച്ച് കരഞ്ഞു വിളിച്ചു മടങ്ങുന്ന ബന്ധുജനങ്ങളെ കാണും.